സോ സബ്ജക്റ്റിൻ്റെ പേര് പ്രോഗ്രാമിംഗ് പാരഡിഗം. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, മോഡ്യൂൾ 1 S7-ലെ ഒത്തിരി സിമ്പിൾ സബ്ജക്റ്റാണ് പ്രോഗ്രാമിംഗ് പാരഡിഗംസ്. ആക്ച്വലി നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഇപ്പം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇപ്പോൾ കണ്ടു, ജാവ, സി, പൈതൺ അല്ലേ. സോ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനും ജനറലായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് പാരഡിഗംസ് ഉണ്ടാവും. സോ ആ ഒരു കൺസെപ്റ്റ്സ് അതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ 6 മോഡ്യൂളായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെല്ലാം ഹ്യൂമൻ ബീയിങ്സാണ്. നമുക്കെല്ലാം ജനറലായിട്ട് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ്. പക്ഷേ ആ ജനറൽ ഫീച്ചേഴ്സ് ഓർ പാരഡിഗംസ് അവിടെ തന്നെയുണ്ട്. അതുപോലെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും കുറേ ജനറൽ ആയിട്ടുള്ള പാരഡിഗംസ് ഓർ ഫീച്ചേഴ്സ് ഓർ മെത്തഡോളജീസ് ഇൻവോൾവ് ആണ്. സോ അതിനെപ്പറ്റി ഒരു ജനറൽ സ്റ്റഡി, അതാണ് ഈ സബ്ജക്റ്റ് ഉദ്ദേശിക്കുന്നത്. S7 ആണ്. സോ കുറച്ചുകൂടെ എന്താ പറയുക, ഇൻറ്റൻസ് ആയിട്ട്, ഡീപ്പായിട്ട്, സീരിയസ് ആയിട്ട് പഠിക്കാനുള്ള സമയം പ്രോഗ്രാമിംഗ് പാരഡിഗംസ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സിലബസ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് കീപ്പ് ചെയ്യണം. ഓരോ മോഡ്യൂളിലും ഓരോ ക്ലാസ്സിനും നിങ്ങൾ അത്യാവശ്യം ലെക്ചർ നോട്ട് എഴുതി പോകണം, അതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ മോഡ്യൂൾ 1-ൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ, അതായത് നമ്മുടെ സിലബസിൻ്റെ ഒരു ഓവർവ്യൂ ഞാൻ ഈ സ്ലൈഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാം മോഡ്യൂൾ 1-ൽ നമ്മൾ എന്താണ് മെയിൻലി കാണുന്നത്, നെയിംസ് അല്ലേ. സോ ശരിക്കും നോക്കിയാൽ മോഡ്യൂൾ 1-നെ 2 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, മിനിറ്റ് ഞാൻ സ്ലൈഡ് ഷോയിലിട്ടു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ആദ്യത്തെ പോർഷനിൽ എന്താ വന്നേക്കണേ, നെയിംസ്, സ്കോപ്സ് ആൻഡ് ബൈൻഡിങ്സ്. അപ്പോൾ ഒരു പോർഷൻ അങ്ങനെ തീർന്നു. സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഫ്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോഡ്യൂൾ 1-ൽ നമ്മൾ ആദ്യമായിട്ട് ആകെ 2 കൺസെപ്റ്റ്സാണ്, മെയിൻ കൺസെപ്റ്റ്സ്, നെയിം, സ്കോപ്സ് ആൻഡ് ബൈൻഡിങ്സ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നെയിം, സ്കോപ്സ് ആൻഡ് ബൈൻഡിങ്സ് ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഓക്കെ, ഹൗ ഇറ്റ് ബിക്കംസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമിംഗ് പാരഡിഗം, അതാണ് നമ്മൾ കാണുന്നത്. ദെൻ നെക്സ്റ്റ് സെഷൻ ഈസ് ടോട്ടലി അബൌട്ട് കൺട്രോൾ ഫ്ലോ മീൻസ് അതിനകത്ത് നിങ്ങൾക്കറിയാം ഇഫ് എൽസ്, നിങ്ങൾ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്, ഫോർ, വൈൽ, എക്സെട്ര. സോ അതുപോലെയുള്ള കാര്യങ്ങൾ ഈ കൺട്രോൾ ഫ്ലോ എന്ന് പറയുന്നത്, ഓർ ദാറ്റ് ഫോം ഓഫ് ഐട്രേഷൻ അല്ലെങ്കിൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്, അതിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. സോ അതിനൊരു ജനറലൈസ്ഡ് ടേമിൽ പറയാനാണ് ഈ കൺട്രോൾ ഫ്ലോ. സോ എനിവേസ് നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ കളയാൻ ടൈമൊന്നുമില്ല, നിങ്ങൾക്കറിയാമല്ലോ ആകെപ്പാടെ 2-3 അവറുള്ള ഒരാഴ്ച. സോ മൂവിങ് ഫോർവേഡ് വി ആർ ഡീലിംഗ് വിത്ത്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് നെയിംസ്, സ്കോപ്സ്, ബൈൻഡിങ് ടൈം, സ്കോപ്പ് റൂൾസ്, സ്റ്റോറേജ് മാനേജ്മെൻറ്റ്, ബൈൻഡിങ് ഓഫ് റെഫറൻസ് എൻവയോൺമെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ സിമിലർലി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദെൻ ആദ്യമേ ഒരു ഇൻട്രോ ഞാൻ പറയാം. വാട്ട് ഈസ് പ്രോഗ്രാമിംഗ് പാരഡിഗം, എന്താ അത്? ഇറ്റ്സ് എ വേ ടു ക്ലാസിഫൈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ബേസ്ഡ് ഓൺ ദർ ഫീച്ചേഴ്സ്. സോ പ്രോഗ്രാമിംഗ് പാരഡിഗം ഈസ് ആക്ച്വലി ക്ലാസിഫൈങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ബേസ്ഡ് ഓൺ ദർ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ജനറലി നമുക്ക് കോമൺ പ്രോഗ്രാമിംഗ് പാരഡിഗമിനെ ജനറലി ഡിവൈഡ് ചെയ്യുന്ന 2 സെക്ഷൻ, ഇമ്പറേറ്റീവ് ആൻഡ് ഡിക്ലറേറ്റീവ്. ഓക്കെ, ഇമ്പറേറ്റീവ് മീൻസ് നിങ്ങളിപ്പോൾ യൂഷ്വലി കാണുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ദേ ആർ പ്രൊസീജിയർ. ഫോർ എക്സാമ്പിൾ സി, ദേ ആർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, C++, C#, ജാവ, അതുപോലെയുള്ള ലാംഗ്വേജസാണ് ഇമ്പറേറ്റീവ് എന്ന കാറ്റഗറി വരിക. ഡിക്ലറേറ്റീവ് മീൻസ് ദേ ആർ ഫങ്ഷണൽ ആൻഡ് മെയിൻലി ഫങ്ഷണൽ ആൻഡ് ലോജിക്. അവർ ഒരു പർട്ടിക്കുലർ ഓർഡർ ആയിരിക്കും അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സിയിലെ സംബന്ധിച്ച് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ, ജാവയിലെ സംബന്ധിച്ച് ഒരു പ്രോഗ്രാം ചെയ്യുന്ന പറഞ്ഞാൽ വി ആർ എക്സിക്യൂട്ടിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. ഓക്കെ, വി വാണ്ട് ടു ഫൈൻഡ് ദ സം ഓഫ് 2 numbers. ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ആ നമ്പർ ഇനീഷ്യലൈസ് ചെയ്യുന്നു, ദെൻ സം എന്ന് പറഞ്ഞ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുന്നു, ദെൻ സം കണ്ടുപിടിക്കുന്നു, ദെൻ ആ സം എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് കിട്ടിയ വാല്യൂ അസൈൻ ചെയ്യുന്നു, ദെൻ അത് പ്രിൻറ്റ് ചെയ്യും. ഇറ്റ് ഇസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓർ സീക്വൻഷ്യൽ ഓർ ഇറ്റ്സ് എൻ അൽഗോറിതമാറ്റിക് പ്രൊസീജിയർ, റൈറ്റ്? പക്ഷേ ഡിക്ലറേറ്റീവിന് അങ്ങനെയല്ല, ഒരു പർട്ടിക്കുലർ ഓർഡർ ഇല്ല. ഈ ഒരു ഡിക്ലറേറ്റീവ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞ കാറ്റഗറിക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് എക്സിക്യൂഷൻ ഉണ്ട്, കുറേ കമാൻഡ്സ് ഒക്കെ വെച്ച്. ഓക്കെ, ലോഡ്, ഡു, അങ്ങനെ കമാൻഡ് ബേസ്ഡ് ആയിരിക്കും. സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഐ തിങ്ക് വി ആർ
ഹാൻഡ്ലിങ് ഇൻ മൊഡ്യൂൾ 4. ഐ മീൻ എന്താണ് ലോജിക് പ്രോഗ്രാമിംഗ് ഓർ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ്, എന്താണ് ഈ ഡിക്ലറേറ്റീവ് അപ്രോച്ച്, അതെങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അല്ലാണ്ട് ഏത് പ്രൊസീജിയർ വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഫോർ നൗ ഇത്രയും ഓർക്കുക. വാട്ട് ഈസ് പ്രോഗ്രാമിംഗ് പാരഡൈഗം, ദെൻ how it can be classified, names, what is that, imperative and declarative. Imperative examples നോക്കുക, declarative നോക്കുക, and also there is another category, that is symbolic programming. Symbolic means you know your syntax, grammar, regular expressions and all that. അതുപോലെ നിങ്ങൾക്കറിയാം അതും ഒരു ഫോം ഓഫ് ലാംഗ്വേജ് ആണ്, ഫോം ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ആ ഒരു കാറ്റഗറി വരുന്ന സാധനമാണ് സിംബോളിക് പ്രോഗ്രാമിംഗ്. സോ കോമൺ പ്രോഗ്രാമിംഗ് പാരഡിഗംസ്, അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു പ്രോഗ്രാമിംഗ് പാരഡിഗം എന്ന് പറയുന്നത് നമ്മൾ ഒരു സർട്ടൺ സെറ്റ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ ക്ലാസിഫൈ, ഐ മീൻ ഉള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ മുഴുവൻ ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വഴി. ഇറ്റ്സ് എ വേ ബേസ്ഡ് ഓൺ ദർ ഫീച്ചേഴ്സ്. സോ എന്തൊക്കെ വരാം പ്രോഗ്രാമിംഗ് പാരഡൈഗംസിൽ, ശരിയാണ് ഒത്തിരി കാര്യങ്ങൾ വരും. അതിനകത്ത് ജനറലി എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം അതിനൊരു ആൻസറാണ് ഇമ്പറേറ്റീവ്, ഡിക്ലറേറ്റീവ് ആൻഡ് സിംബോളിക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, വാട്ട് ഈസ് നെയിം? എന്താ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നിമോണിക് ക്യാരക്ടർ സ്ട്രിങ് യൂസ് ടു റെപ്രസെൻറ്റ് സംതിങ് എൽസ്. അപ്പോൾ ഒരു പേര് ഇറ്റ്സ് എ നിമോണിക് ക്യാരക്ടർ സ്ട്രിങ്. നിങ്ങൾക്കറിയാം ഐഡൻറ്റിഫയേഴ്സിൻ്റെ കേസിലാണ് ദർ ഈസ് നെയിംസ് എന്ന് പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജസിലും, പൊതുവെ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ഐഡൻറ്റിഫയേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നെയിം, ഫസ്റ്റ് പോയിന്റ് യു ഹാവ് ടു സ്റ്റഡി ഈസ് നെയിം ഈസ് എ നിമോണിക് ക്യാരക്ടർ സ്ട്രിങ് യൂസ് ടു റെപ്രസെൻറ്റ് സംതിങ് എൽസ്. സെക്കൻഡ് പോയിന്റ്, നെയിം മീൻസ് ഐഡൻറ്റിഫയേഴ്സ്. എല്ലാ പ്രോഗ്രാമിംഗ് ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അത് ഐഡൻറ്റിഫയേഴ്സിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ എന്തിനൊക്കെ നെയിം കൊടുക്കാം, എന്തിനൊക്കെയാണ് നെയിം ഡിനോട്ട് ചെയ്യുന്നത്? വേരിയബിൾസ് ആവാം, കോൺസ്റ്റൻസ് ആവാം, ഓപ്പറേഷൻസ് ആവാം, ടൈപ്സ് ആവാം. ഓക്കെ, ദെൻ പിന്നെ പറയുന്നത് നെയിം എന്ന് പറയുന്ന ഇറ്റ്സ് അനദർ വേർഡ് ഫോർ വേർഡ് അബ്സ്ട്രാക്ഷൻ. ഓക്കെ, നെയിം ഈസ് ഓൾസോ എ ഫോം ഓഫ് അബ്സ്ട്രാക്ഷൻ. സോ നെയിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കണ്ടു, ഇറ്റ്സ് എ നിമോണിക് ക്യാരക്ടർ സ്ട്രിങ്. സെക്കൻഡ് വൺ, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ഇതൊരു ഐഡൻറ്റിഫയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തിനൊക്കെ നെയിം ഇടാം? We can refer to variable, constants, operations, types. Okay, then third and most important point is name is a form of, means word abstraction. It's a form of abstraction. Okay, how a name can be used for abstraction? അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. int a is equal to 5. In that case a is the name. Okay, we are giving to the value 5. That means we are hiding, right? We are hiding the original value 5 as a. That means name can be used for abstraction. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ int a is equal to 5 എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ആ പ്രോഗ്രാമിൽ എവിടെ നീ എ എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഓക്കെ, ഇറ്റ്സ് വാല്യൂസ് 5. പക്ഷെ 5 എന്ന് പറയുന്നില്ല. അപ്പോൾ വി ആർ ഹൈഡിങ് irrelevant details and not showing only few details. That is abstraction. So names can also be used in the context of word abstraction. Okay, അങ്ങനെ പറയുമ്പോൾ രണ്ട് രീതിയിൽ അബ്സ്ട്രാക്ഷൻസ് വരാം, കൺട്രോൾ അബ്സ്ട്രാക്ഷൻസ് ആൻഡ് ഡേറ്റ അബ്സ്ട്രാക്ഷൻസ്. കൺട്രോൾ അബ്സ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നെയിം കൊടുക്കുന്നത് ഒരു, ഫോർ എക്സാമ്പിൾ, ഒരു ഫങ്ഷനാണ്. എല്ലാവർക്കും അറിയാം ഈ ഫങ്ഷൻ ഒരു നെയിം എന്തായാലും കാണും. പിന്നീട് ആ ഫങ്ഷനെ നമ്മൾ എവിടെ വിളിക്കുന്നു, എവിടെ ആക്സസ് ചെയ്യുന്നു, ആ നെയിം വെച്ചായിരിക്കും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. സോ വി ആർ ഹൈഡിങ് സംതിങ് ബിഹൈൻഡ് എ നെയിം. എസ്പെഷ്യലി ഇൻ ദിസ് കേസ് വി ആർ ഡൂയിങ് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ബിക്കോസ് വി ആർ ഹൈഡിങ് എ സബ് റൂട്ടീൻ ഓർ ഫങ്ഷൻ. അങ്ങനെ വരുന്നതാണ് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, int a is equal to 5. 5 is a value or data. So we are hiding 5 behind a. അങ്ങനെ വരുന്നതാണ് data abstraction. So name, what is a name? What is its purpose? How name and abstraction are related? What are the two types of abstractions that a name can provide? Control abstractions and data abstractions. Okay. Next topic is scope. What is a scope? അതായത് എന്താണ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു int a is equal to 5, റൈറ്റ്? അതിനകത്ത് എ നെയിം 5 അതിൻ്റെ വാല്യൂ. സോ ആ a is equal to 5 എന്ന് പറയുന്ന വാല്യൂ എത്ര കാലം വാലിഡാണ്, അതാണ് അതിൻ്റെ സ്കോപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ സ്കോപ്പ്. ആ int a is equal to 5 എന്ന് പറയുന്ന സാധനം അതിൻ്റെ വാലിഡിറ്റി എത്ര കാലമുണ്ട്, ദാറ്റ് ഡിറ്റർമിൻസ് ഇറ്റ്സ് സ്കോപ്പ്.
സ്കോപ്പിന് വേറൊരു പേരും കൂടി ഉണ്ട്, വിസിബിലിറ്റി. ദാറ്റ് ഈസ് സ്കോപ്പ് ആൻഡ് വിസിബിലിറ്റി. സോ വി ആർ കൺസിഡറിങ് നെയിം, then scope, then visibility. Okay, and then next we have to deal with types of scope, static scope, dynamic scope. So ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ പുറകെ വരും. സോ ജസ്റ്റ് സിമ്പിളായിട്ടാണ് ഇവിടെ പറയുന്നുള്ളൂ. സ്റ്റാറ്റിക് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഫോളോസ് ദ സ്ട്രക്ചർ ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാം അതിന് ഫോളോ ചെയ്യുന്ന ഒരു സ്കോപ്പാണ് സ്റ്റാറ്റിക് സ്കോപ്പ്. എക്സാമ്പിൾ നമ്മുടെ സി. ഡൈനാമിക് സ്കോപ്പ് എന്ന് പറഞ്ഞാലോ എക്സിക്യൂഷൻ പാത്ത്. അതായത് ഇൻ്റെ A=5 എന്ന് നമ്മളൊരു പ്രോഗ്രാമിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ സിയെ സംബന്ധിച്ച് അതിപ്പം ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോഴും അതിൻ്റെ വാല്യൂ 5 ആയിരിക്കും. പക്ഷേ ഡൈനാമിക് സ്കോപ്പിൻ്റെ കേസിൽ നമ്മൾ ഒരു വേരിയബിളിൻ്റെ ഫൈനൽ വാല്യൂ എവിടെയാണ് എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യണം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ. അതായത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എക്സിക്യൂഷനിൽ ആ കറസ്പോണ്ടിങ് വേരിയബിളിന് ഓർ കറസ്പോണ്ടിങ് നെയിമിന് എന്ത് വാല്യൂ വരുന്നു അതായിരിക്കും അതിൻ്റെ ഫൈനൽ വാല്യൂ. സോ ഏറ്റവും റീസെൻറ്റ് എക്സിക്യൂഷൻ്റെ സമയത്ത് അങ്ങനെ രണ്ട് രീതിയിൽ സ്കോപ്പ് പറയാം, സ്റ്റാറ്റിക് സ്കോപ്പും ഡൈനാമിക് സ്കോപ്പും. സ്റ്റാറ്റിക് സ്കോപ്പ് സിംപ്ലി ഫോളോസ് ദ സ്ട്രക്ചർ ഓഫ് ദ പ്രോഗ്രാം. ഏറ്റവും നല്ല എക്സാമ്പിളാണ് സി. ഡൈനാമിക് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോളോസ് ദ എക്സിക്യൂഷൻ പാത്ത്. അപ്പോൾ ഒരു എക്സിക്യൂഷൻ ഓർ നമ്മൾ കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എന്ത് നെയിമാണ് 10 നെയിം ഒരു പ്രോഗ്രാമിൽ ഉപയോഗിച്ചത് ആ നെയിമിന് ഏറ്റവും റീസെൻ്റായിട്ട് എക്സിക്യൂഷൻ്റെ സമയത്ത് ഏറ്റവും റീസെൻ്റായിട്ട് വരുന്ന വാല്യൂ, അതാണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, അങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്ന സ്കോപ്പാണ് എന്ത്? ഡൈനാമിക് സ്കോപ്പ്. ഈ എക്സാമ്പിൾ കണ്ടോ, സിമ്പിൾ എക്സാമ്പിളാണ്. ഇവിടെ സി ഔട്ട് എന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ C++ പ്രോഗ്രാം. സോ ഈ കേസിൽ ഈ എഴുതി വെച്ചേക്കണ ഈ കോഡിൻ്റെ കേസിൽ ഇഫ് യു ആർ ഫോളോയിങ് സ്റ്റാറ്റിക് സ്കോപ്പിംഗ് എന്തായിരിക്കും ഈ ഐയുടെ വാല്യൂ? ഫൈനൽ ഔട്ട്പുട്ടിൽ 1 ആയിരിക്കും. അതല്ല ഇഫ് യു ആർ കൺസിഡറിങ് ഡൈനാമിക് സ്കോപ്പിംഗ് ഓർ ഇഫ് യു ആർ യൂസിങ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിത്ത് dynamic scoping, the final output of this program will be 2 because for the recent execution ഐയുടെ വാല്യൂ 2 ആണ്. ഓക്കെ, അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഡിഫർ ചെയ്യാം. ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഓൺലി ഫോളോയിങ് സ്റ്റാറ്റിക് സ്കോപ്പ്, ചിലതാണെങ്കിൽ ദേ ആർ ഓൾസോ എക്വിപ്ഡ് വിത്ത് ഡൈനാമിക് സ്കോപ്പ്. അപ്പോൾ ഡൈനാമിക് സ്കോപ്പ് ആയിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നത്. സോ ഡൈനാമിക് സ്കോപ്പ് ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നാൽ ഉറപ്പായിട്ടും അതിൻ്റെ ഔട്ട്പുട്ട് 2 ആയിരിക്കും. സോ ഈ ഒരു എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക, എപ്പോഴും സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സ്കോപ്പിങ്ങിന് ഉപയോഗിക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ദെൻ ബൈൻഡിങ് ടൈം. വാട്ട് ഈസ് എ ബൈൻഡിങ് ടൈം? എന്നിട്ട് വേണമല്ലോ ടൈം അറിയാം. ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ അസോസിയേഷനാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു നെയിമും അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സാധനം. സോ ബൈൻഡിങ് ഇസ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ 2 തിങ്സ്, ദാറ്റ് ഈസ് എ നെയിം ആൻഡ് ദ തിങ് ഇറ്റ് നെയിം. സോ ഒരു നെയിമും ആ നെയിം റെഫർ ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ തമ്മിലുള്ള അസോസിയേഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബൈൻഡിങ്. സോ ഏത് സമയത്താണ് ഏത് ടൈമിലാണ് അങ്ങനെ ഒരു അസോസിയേഷൻ ക്രിയേറ്റ് ആവുന്നത്, അതായിരിക്കും എന്ത്? ബൈൻഡിങ് ടൈം. സോ സിമ്പിൾ പോർഷൻസ് ആണ്, സിമ്പിൾ സബ്ജക്റ്റ് ആണ്, അതുപോലെ തന്നെ പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തിങ് യു ഹാവ് ടു നോട്ടീസ് വാട്ട് ഈസ് എ ബൈൻഡിങ്, ദെൻ ബൈൻഡിങ് ടൈം. ഏതൊക്കെ സമയത്ത് ഇങ്ങനെ ഒരു ബൈൻഡിങ് പോസിബിൾ ആണ്? താഴെ പറഞ്ഞേക്കണം 7 ഓപ്ഷൻസ്. വി ക്യാൻ ഡു ബൈൻഡിങ് അറ്റ് ലാംഗ്വേജ് ഡിസൈൻ ടൈം, ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ ടൈം, പ്രോഗ്രാം റൈറ്റിംഗ് ടൈം, കമ്പൈൽ ടൈം, ലിങ്ക് ടൈം, ലോഡ് ടൈം ഓർ റൺ ടൈം. വി ഹാവ് ടു. അപ്പോൾ ആദ്യമേ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസൈൻ ചെയ്യും, ആ ടൈമാണ് ഈ ലാംഗ്വേജ് ഡിസൈൻ ടൈം. ആ സമയത്തായിരിക്കും നമ്മൾ മിക്കവാറും ഏതൊക്കെ പ്രോഗ്രാം കൺസ്ട്രക്ട്സ്, ഫോർ എക്സാമ്പിൾ ഏതൊക്കെ ഡേറ്റ ടൈപ്സ് ആണ് ഉപയോഗിക്കുന്നത്, പ്രിമിറ്റീവ് ടൈപ്സ് ഉണ്ടോ, അതിൻ്റെയൊക്കെ മീനിങ്സ് ആണ്, ആ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്ന സമയം. ഒരു എൻറ്റയർലി പറഞ്ഞ ഒരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ബൈൻഡിങ് പോസിബിൾ ആണ്. അതൊക്കെ നമ്മൾ ബൈൻഡ് ചെയ്യുന്ന എന്താ പറയുക കൺസ്ട്രക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് ടൈമാണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, വി ആർ ഡിസൈനിങ്, ഒരു ലാംഗ്വേജ് ഡിസൈൻ ചെയ്തു, തീരുമാനമായി, ഫൈനലി വി ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ്. ഓക്കെ, ഡിസൈൻ ടൈമിൽ ഞാൻ തീരുമാനിച്ചു ഓക്കെ ഐ എം യൂസിങ് ഇൻറ്റ് ഓർ സേ ഫ്ലോട്ട് ടൈപ്പ് ഇൻ മൈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സോ ഇംപ്ലിമെൻറ്റേഷൻ ടൈമിൽ ഞാൻ എന്ത് കാണിക്കും? ഓക്കെ, അതിനൊരു ആർബിട്രറി റേഞ്ച് സെറ്റ് ചെയ്യും. ഓക്കെ, ഇത്ര വരെയാണ് എൻ്റെ പ്രിസിഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം ഫൈനലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയം, ആ സമയത്ത് വേണമെങ്കിൽ ബൈൻഡിങ് പോസിബിൾ ആണ്. ഫൈനലി ഓക്കെ ഡിസൈൻ ചെയ്തു, ഇംപ്ലിമെൻറ്റ് ചെയ്തു, ഇനി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തു, ദെൻ അത് വെച്ച് നമ്മൾ പ്രോഗ്രാംസ് എഴുതുന്നു. ഓഫ് കോഴ്സ് പ്രോഗ്രാമേഴ്സ് ആയിരിക്കും പ്രോഗ്രാം എഴുതുക, അവർ ആൽഗോരിതംസ് ചൂസ് ചെയ്യുന്നു, ഡേറ്റ സ്ട്രക്ചേഴ്സ് ചൂസ് ചെയ്യുന്നു, നെയിംസ് ചൂസ് ചെയ്യുന്നു. സോ ആ സമയത്തും അതും ഒരു ടൈമാണ് ഫോർ ബൈൻഡിങ്. സോ ഇറ്റ് ഈസ് ഓൾസോ ആൻ ഓപ്ഷൻ ഫോർ ബൈൻഡിങ്.
ദെൻ അടുത്തത് എന്താ, പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ ചെയ്യുക, കമ്പൈൽ ചെയ്യും. ആ സമയത്ത് വേണേൽ ബൈൻഡിങ് സംഭവിക്കാം. പിന്നെ നെക്സ്റ്റ് ഒരു പോസിബിലിറ്റി ലിങ്ക് ടൈമിന്. ഓക്കെ, നിങ്ങൾക്കറിയാം സിയുടെ കേസിലൊക്കെ ആണെങ്കിൽ ലൈബ്രറീസൊക്കെ വേറെ ആയിരിക്കും, എക്സിക്യൂഷൻ പാർട്ട് വേറെ ആയിരിക്കും. ഈ ലൈബ്രറീസ് എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ആ ലിങ്ക് ടൈമിലാണ്, ലൈബ്രറീസും ഈ എൻ്റയർ പ്രോഗ്രാമും കൂടി ലിങ്ക് ചെയ്യുന്നത് ലിങ്ക് ടൈമിലാണ്. അപ്പോൾ ലിങ്ക് ചെയ്ത് ഫൈനലി നമ്മൾ ആ ഹൈ ലെവൽ ലാംഗ്വേജിനെ, അപ്പോൾ കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ മെഷീൻ കോഡാക്കി. ദെൻ ലിങ്ക് ടൈമിൽ പലയിടത്ത് പല മോഡ്യൂൾസ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങളെല്ലാം ഒറ്റ ക്ലാസ് ഫയലാക്കി മാറ്റിയിട്ട് ഓർ ഒബ്ജക്റ്റ് ഫയൽ ഓർ മെഷീൻ കോഡാക്കി മാറ്റിയിട്ട് ലോഡ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും വയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ലോഡ് ടൈം ഈസ് ഓൾസോ ആൻ ഓപ്ഷൻ. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ റൺ ചെയ്യാം. സോ ഈ പറഞ്ഞ ഏത് സമയത്ത് വേണമെങ്കിലും ബൈൻഡിങ് പോസിബിൾ ആണ്. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. സോ വാട്ട് ഈസ് ബൈൻഡിങ് ടൈം, വാട്ട് ആർ ദ പോസിബിൾ ടൈംസ് അറ്റ് വിച്ച് ദീസ് ഡിസിഷൻസ് ക്യാൻ ഹാപ്പൻ. ഓക്കെ, അത്രയും നോക്കാം ബൈൻഡിങ് ടൈം. ദെൻ ഓക്കെ, നേരത്തെ പറഞ്ഞതിന് എക്സാമ്പിൾ. ഓക്കെ, ലാംഗ്വേജ് ഡിസൈൻ ടൈമിൽ എന്തൊക്കെ വരും, ലിങ്കർ, ലോഡർ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. അതിനകത്ത് ഓരോ എക്സാമ്പിളെങ്കിലും ഓരോന്നിനും പഠിച്ചു വയ്ക്കുക. എപ്പോഴും ഈ സബ്ജക്റ്റിന് എന്തെഴുതിയാലും വി ആർ കൺസിഡറിങ്, നമുക്ക് എപ്പോഴും വേണ്ട സാധനം എന്താണ് എക്സാമ്പിൾസ് വേണം. അപ്പോഴാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പം. ഓക്കെ, നെക്സ്റ്റ് ദ എഫക്റ്റ് ഓഫ് ബൈൻഡിങ് ടൈം. എഫക്റ്റ് ഓഫ് ബൈൻഡിങ് ടൈം ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റാറ്റിക് ബൈൻഡിങ് ആൻഡ് ഡൈനാമിക് ബൈൻഡിങ്. റൈറ്റ്, സ്റ്റാറ്റിക് ബൈൻഡിങ്ങിന് നമുക്ക് ഏർലി ബൈൻഡിങ് എന്ന് വിളിക്കാം, ഡൈനാമിക് ബൈൻഡിങ്ങിനെ ലേറ്റ് ബൈൻഡിങ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഏർലി ബൈൻഡിങ് ടൈമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗ്രേറ്റർ എഫിഷ്യൻസി. ബട്ട് ലേറ്റർ ബൈൻഡിങ് ടൈമാണ് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി. സോ ഡിസിഷൻ ആ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന ആൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ചൂസ് ചെയ്യുന്നുള്ളത് നമ്മുടെ ആ എൻ്റയർ ഡെവലപ്മെൻറ്റ് ഓർ പ്രൊജക്റ്റ് ടീമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബൈൻഡിങ് ടൈമിൻ്റെ എഫക്റ്റ് ഇതാണ്. ഓക്കെ, ഏർലി ബൈൻഡിങ് ആണെങ്കിലും നല്ലതാണ്, ലേറ്റ് ബൈൻഡിങ് ആണെങ്കിലും നല്ലതാണ്. സോ അത് മനസ്സിലാക്കി ചൂസ് ചെയ്യുക. ഓക്കെ, ദെൻ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ദ ബൈൻഡിങ് ലൈഫ് ടൈം. ബൈൻഡിങ് ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എത്ര നേരം ഒരു ബൈൻഡിങ് ജീവനോടെ ഉണ്ട്, ഓർ ടൈം ബിറ്റ്വീൻ ദ ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ബൈൻഡിങ്. ഇതാണ് ബൈൻഡിങ് ലൈഫ് ടൈം. ഒബ്ജക്റ്റ് ലൈഫ് ടൈം എന്ന് പറഞ്ഞാലോ ടൈം ബിറ്റ്വീൻ ദ ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. സോ ലൈഫ് ടൈം. ഓക്കെ, ലൈഫ് ടൈം കണ്ടോ, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഫിഗർ നോക്കുക, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഒബ്ജക്റ്റ് ഡിസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒബ്ജക്റ്റ് ക്രിയേഷൻ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബൈൻഡിങ് വരുന്നത്. ഇടയ്ക്ക് അവിടെ ഒരു ടെമ്പററി ഇൻവിസിബിലിറ്റി വരുന്നുണ്ട്. അതായത് ഒരു ബൈൻഡിങ് ക്രിയേറ്റ് ചെയ്തു, ഇടയ്ക്ക് ആ ബൈൻഡിങ് മീൻസ് ഇൻവിസിബിൾ ആവുന്നു, ഡിസ്ട്രക്റ്റ് ആവുന്നില്ല, ഇൻവിസിബിൾ ആവുന്നു, വീണ്ടും അത് റീഗെയിൻ ചെയ്യുന്നു. അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ കണ്ട എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, ഇൻ്റെ ഐ ഈസ് ഈക്വൽ ടു 1 പറഞ്ഞ് തുടങ്ങി, പക്ഷേ ഇടയ്ക്കൊരു സബ് റൂട്ടീൻ ഓർ സബ് ഫംഗ്ഷൻ വന്നപ്പോൾ അതിൻ്റെ വാല്യൂ 2 ആയിട്ട് മാറി. സോ ദർ ഈസ് എ ബ്രേക്ക് ഇൻ ദാറ്റ് ബൈൻഡിങ്. സോ അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രക്റ്റ് ആവുന്നില്ല, അതൊരു പർട്ടിക്കുലർ അവസ്ഥ കഴിഞ്ഞാൽ തിരിച്ചു വരും. ദെൻ അത് ഡിസ്ട്രക്റ്റ് ചെയ്യണം. സോ ഫോർമലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ഡിസ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്യണം, അതാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ഡയഗ്രാം നോക്കുക. ദെൻ ഒരു ഒബ്ജക്റ്റ് ലൈഫ് ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം, ആദ്യം ക്രിയേറ്റ് ചെയ്യുക ഒബ്ജക്റ്റിന്, ദെൻ ആ ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന ബൈൻഡിങ്സ് ക്രിയേറ്റ് ചെയ്യും അല്ലേ. ദെൻ റെഫറൻസ് മേടി, ഈ ക്രിയേറ്റ് ചെയ്ത ബൈൻഡിങ് വെച്ച് നമ്മൾ വേരിയബിൾസിനും സബ് റൂട്ടീൻസിനൊക്കെ റെഫർ ചെയ്യുന്നു. ദെൻ ഈ ബൈൻഡിങ്സിനെ വേണമെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യാം, റീആക്ടിവേറ്റ് ചെയ്യാം ഇൻ ബിറ്റ്വീൻ. ഫൈനലി ക്രിയേറ്റ് ചെയ്ത ബൈൻഡിങ്സിനെല്ലാം ഡിസ്ട്രക്ട് ചെയ്യുന്നു. ദെൻ ഏറ്റവും ഫൈനൽ സ്റ്റെപ്പിൽ ഒബ്ജക്ട്സ് ഡിസ്ട്രക്റ്റഡ് ആവും. ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് ലൈഫ് ടൈം ഓർ കീ ഇവൻറ്റ്സ്. സോ ചില സമയത്ത് ചില ബൈൻഡിങ്സ് ഔട്ട് ഓഫ് സ്കോപ്പ് ആകുമ്പോഴാണ് ദർ ഈസ് എ ടെമ്പററി ഇൻവിസിബിലിറ്റി വരുന്നത്. സോ ബൈൻഡിങ്സ് ക്യാൻ ബി സംടൈംസ് ഔട്ട് ഓഫ് സ്കോപ്പ് ഇല്ലാതാവും, ചില കേസിലാവും. ഓക്കെ, ദെൻ ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഓക്കെ ദർ ക്യാൻ ബി പോസിബിലിറ്റി ഓഫ് ടെമ്പററി ഇൻവിസിബിലിറ്റി. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നൊരു സാധനം മെമ്മറി ലീക്കാണ്. അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, പക്ഷേ ഡിസ്ട്രക്റ്റ് ചെയ്യണം, അതാണ് റൂള്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ഡിസ്ട്രക്റ്റഡ് ആവണം ആവശ്യം കഴിഞ്ഞാൽ. പക്ഷേ ചില കേസിൽ നമ്മൾ വിട്ടുപോകും, അതിങ്ങനെ അൺനോയിങ്ലി ഒരു ഒബ്ജക്റ്റ് യൂസ്ലെസ് ആയിട്ട് അൺഡിസ്ട്രക്റ്റഡ് ആയിട്ട് കിടക്കും. അപ്പോൾ കുറേ മെമ്മറി അതിൻ്റെ അതുപോലെ കുറേ ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ നമുക്കറിയാം കുറേ മെമ്മറി ലീക്കേജ് ഓർ വേസ്റ്റേജ് ഉണ്ടാവും. സോ അങ്ങനെ ഒരു ഇഷ്യൂ വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഒബ്ജക്റ്റ് ലൈഫ് ടൈം പഠിക്കുവാണ്, അതുകൊണ്ടാണ് ഈ കാര്യങ്ങളും കൂടെ പറഞ്ഞു വരുന്നത്, മെമ്മറി ലീക്ക് എന്താ. ദെൻ അടുത്തൊരു പ്രോബ്ലം വരാവുന്ന ഡാംഗ്ലിംഗ് റെഫറൻസ്.
അതായത് ബൈൻഡിങ് അവിടെ നിൽക്കും, പക്ഷേ ഏത് ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ് ബൈൻഡിങ് ഉണ്ടാക്കിയേക്കണേ ആ ഒബ്ജക്റ്റ് ആദ്യം ഡിസ്ട്രോയ് ആയിപ്പോവും. ഇതൊന്നും അറിയാണ്ട് ബൈൻഡിങ് എക്സിസ്റ്റ് ആവും. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വരരുത്. വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡാംഗ്ലിംഗ് റെഫറൻസ്. ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് ഈസ് ഡിസ്ട്രോയിഡ് വൈൽ ദ ബൈൻഡിങ് ഈസ് സ്റ്റിൽ എക്സിസ്റ്റിംഗ്. ഡാംഗ്ലിംഗ് റെഫറൻസ്, ആ ടേംസ് ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ. മെമ്മറി ലീക്ക്, ഡാംഗ്ലിംഗ് റെഫറൻസ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ ഓൾമോസ്റ്റ് ഓൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലോട്ടും വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിളാണ് ജാവ. അപ്പോൾ ഈ ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ ഉള്ളിടത്ത് ഈ പറഞ്ഞ മെമ്മറി ലീക്കും ഡാംഗ്ലിംഗ് റെഫറൻസിൻ്റെ പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. സോ ഗാർബേജ് കളക്ഷൻ്റെ ഇമ്പോർട്ടൻസും അഡ്വാൻറ്റേജും ഇത് തന്നെയാണ്. ഓക്കെ, ഇതുപോലത്തെ ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യുന്നത്. മെമ്മറി ലീക്ക് എന്താണെന്ന് മനസ്സിലായാലും ആവശ്യമില്ലാണ്ട് കുറേ മെമ്മറി വേസ്റ്റ് ആവും. ബിക്കോസ് നമ്മൾ അൺനോയിങ്ലി ആവശ്യമില്ലാത്ത ഒബ്ജക്ട്സ് അൺഡിസ്ട്രക്റ്റഡ് ആയിട്ട് ഇട്ടേക്കുന്നു. ഡാംഗ്ലിംഗ് റെഫറൻസ് പറഞ്ഞാൽ ഓക്കെ, എക്സിസ്റ്റിംഗ് അല്ലാത്തൊരു ഒബ്ജക്റ്റിലോട്ട് ഒരു ബൈൻഡിങ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. സോ ദാറ്റ് ഈസ് ഡാംഗ്ലിംഗ് റെഫറൻസ്. ഈ രണ്ട് ഇഷ്യൂസും സോൾവ് ചെയ്യപ്പെടാം. ഓക്കെ, അങ്ങനെ പ്രോബ്ലംസ് ഇപ്പോൾ കുറവാണ് ബിക്കോസ് ദെയർ ഈസ് ഗാർബേജ് കളക്ഷൻ. ഗാർബേജ് കളക്ഷനുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഏത്? ജാവ. സോ അതൊക്കെയാണ് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അതായത് പറഞ്ഞാൽ ലെക്ചർ നോട്ട് എഴുതി പോകണം. ഡാംഗ്ലിംഗ് റെഫറൻസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരു വർഷത്തെ. സോ എന്താണെന്നുള്ളത് കണ്ടോ, ഇറ്റ്സ് എ റെഫറൻസ് ടു ആൻ ഒബ്ജക്റ്റ് ദാറ്റ് നോ ലോങ്ങർ എക്സിസ്റ്റ്. പിന്നെ അതിനൊരു എക്സാമ്പിൾ. ഓക്കെ, അത് പഠിക്കണം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്കോപ്പ് റൂൾസ്. അത് നെക്സ്റ്റ് ഡേ എടുക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു. ഓക്കെ.